ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. റാപ്പോ 22 റാംബോ 22 പടത്തിൽ വിവേകും മെർവിനാണ് മ്യൂസിക് ചെയ്യുന്നതിനുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൺ ബോർഡ് പോസ്റ്റർ വന്നു. പിന്നെ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പടത്തിലത്തെ ശ്രീലീലയാണ് നായിക എത്തുന്ന പടത്തിൽ ആ പടത്തിലത്തെ വൺ മോർ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പാടിയിട്ടുള്ള വിദ്യാബോക്സും പിന്നെ ജി പ്രകാശും കൂടിയിട്ടാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പാട്ട് 5 നല്ല പുറത്തിറങ്ങാനുള്ള അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൊമോ നല്ല പുറത്തിറക്കിയിട്ടുണ്ട്. പ്രൊമോ ആയിട്ടിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് തോന്നുന്നത്. പിന്നെ സബർമതി റിപ്പോർട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 10 ദിവസത്തെ കളക്ഷൻ 23.46 കോടിയെന്നുള്ള അറിയിച്ചു. പിന്നെ ബേബി ജോൺ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ നെയിൻ മട്ടക്ക എന്നുള്ള പാട്ട് പുറത്തിറങ്ങി. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ ദേ കോൾ ഹിം മോജി എന്ന് പറഞ്ഞ പടത്തിലത്തെ DOP കൈകാര്യം ചെയ്യുന്ന രവി കെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ അക്കട അമ്മായി ഇക്കട അബ്ബായി എന്ന് പറഞ്ഞ പടത്തിലത്തെ ലേ 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 എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വരാൻ പോവാണ് നവംബർ 27 4/5. പിന്നെ ഡ്യൂൺ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു സീരീസ് വരാൻ പോവാണ് ഡ്യൂൺ പ്രൊഫസി എന്ന് പറഞ്ഞിട്ട്. അത് HBO മാക്സിലൂടെയാണ് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മിസ്സി എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ധാർത്ഥിന്റെ പടത്തിലത്തെ അക്കാറ് ബക്കാറ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ മാനാട് എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായിട്ടുണ്ട്. S.J. സൂര്യയും സിംബും കൂടിയിട്ട് അഭിനയിച്ച പടമാണ്. ഒരു ഗംഭീര പടം തന്നെയായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുവെക്കുക എന്തായാലും. പിന്നെ സ്വർഗവാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള RJ ബാലാജി അഭിനയിക്കുന്ന പടം ഈ നവംബർ 29 റിലീസിനെത്താൻ പോകുന്നത്. അപ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിലത്തെ അടുത്ത പാട്ടിന്റെ പേര് അറിയിച്ചിട്ടുണ്ടല്ല. അപ്പോൾ ആ പാട്ടിന്റെ പേര് നാന ഹൈറാന എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് വരാൻ പോകണമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ പിന്നിൽ എന്താണെന്നുള്ള അറിയിച്ചുകൊണ്ടൊരു വീഡിയോ ആയിട്ട് സംഭവം പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ മലയാളം ടീസർ പുറത്തിറങ്ങിയിരുന്നു. അത് 5 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞു. അതേമാതിരി പടത്തിലത്തെ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിരുന്നു. അതിൽ ഡബ്സിലെ വർഷം 2 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞു. പിന്നെ പടത്തിലത്തെ ആദ്യത്തെ പ്രൊമോ സോങ് അത് ഈ നവംബർ 29 5 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അതിൽ അടുത്തതായി വരാൻ പോണ പാട്ടാണത്. ഇതിൽ ഈ പാട്ടിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് സെയ്ദ് അബ്ബാസ് ആണ്. വിനായക് ശശികുമാറാണ് ലിറിക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബ്ലഡ് എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ലിറിക് ആളാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ബേബി ജീനാണ് പാട്ട് പാടാൻ പോണത്. സുഷിൻ ശർമ്മയായിരിക്കും പാട്ട് ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുക. പിന്നെ സൂര്യ 45 എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ 45ാമത്തെ പടം RJ ബാലാജിയാണ് പടം എടുക്കുന്നത്. ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഈ നവംബർ 30 തുടങ്ങുന്നുള്ളതാണ് കേൾക്കുന്നത്. നവംബർ ലാസ്റ്റ് വീക്കാന്നുള്ള കേട്ടായിരുന്നു. അത് 30 എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ അതിൻ്റെ മുന്നേ ഇറങ്ങാൻ പോകുന്ന പടം സൂര്യ 44 ആണ്. കാർത്തിക് സുബരാജ് എടുക്കുന്ന പടം. ആ പടത്തിൻ്റെ ടൈറ്റിൽ ടീസർ അല്ലെങ്കിൽ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ഉണ്ടാവും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏകദേശം കൺഫേം ആയ രീതിയിലാണ് കേൾക്കുന്നത്. പിന്നെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇറങ്ങിയിട്ട് ഈ വീക്കെൻഡ് കഴിയുമ്പോൾ അതിന് 18.46 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് മാത്രം 8.03 കോടിയോളം നേടിയിട്ടുണ്ട്. എന്തായാലും പടം ഹിറ്റ് ആകാൻ പോകുന്നത് തന്നെയാണ്. നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അജിത് കുമാറിന്റെ ഗുഡ് ബൈ അഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടത്തിന്റെ ഷൂട്ടിംഗ് ഒരു 7 ദിവസം കൂടി കഴിഞ്ഞാൽ കഴിയുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ആ പടത്തിന്റെ റിലീസ് ഡേറ്റ് പടത്ത് അനൗൺസ് ചെയ്യുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രൊഡ്യൂസർ. പിന്നെ നിലാവുക്ക് എന്മേൽ എന്നാടി കോപം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന 3ാമത്തെ പടം. ആ പടത്തിലത്തെ കാതിൽ ഫെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 5 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. നല്ല പാട്ടായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ ലിറിക് എഴുതിയിട്ടുള്ള പാടിയിട്ടുള്ള ധനുഷാണ്. എനിക്ക് ഗോൾഡൻ സ്പേരോനായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അങ്ങനെയുള്ള താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പുരാണനൂറ് എന്ന് പറഞ്ഞിട്ട് സുധാകുങ്കാര സൂര്യനെ ദുൽഖർ സൽമാനെയും നസ്രിയാനൊക്കെ വെച്ചിട്ട് എടുക്കാതിരുന്ന പടം. അതിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നത് ശിവാർത്തിയനും അഥർവയും ജയരവിയും ശ്രീലീല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരുടെയൊക്കെ പകരമാണ് ഇവരൊക്കെ വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. മുകളിലുള്ളവരാണ് പഴയ കാസ്റ്റ്, താഴത്തുള്ളവരാണ് പുതിയ കാസ്റ്റ്. ഇത് ശിവകാർത്തികൻ്റെ 25ാമത്തോടായിട്ടാണ് വരിക. 23ാമത്തോടെ ആറ് മുരുകദോസമാണ് എടുക്കുന്നത്. 22ാമത്തായിരുന്നു അമരൻ. 24ാമത്തെ സിബി ചക്രവർത്തിയാണ് എടുക്കാൻ പോകുന്നത്. ഡോൺ ഡയറക്റ്റ് ചെയ്ത ആള്. അപ്പോൾ 25ാമത്തെ സുധാകുങ്കാരായിരിക്കും. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ചെന്നൈയിൽ വെച്ചിട്ട് ഒരു ഇവന്റ് നടന്നിരുന്നു. ഇതിൻ്റെ പ്രൊമോഷൻ ഇവൻ്റാണ്. അപ്പോൾ അതിൽ അല്ലു അർജുനും രശ്മിക മന്ദാനും ശ്രീലീലൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവരുടെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളൂ. പിന്നെ അവരുടെ ടീം മൊത്തത്തിൽ നിന്നിട്ടുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിലത്തെ കിസിക് എന്ന് പറഞ്ഞിട്ട് മിഞ്ഞാന്ന് 7/2 പുറത്തിറങ്ങും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് അവർ മാറ്റിയിട്ട് ഇവന്റിലാണ് ലോഞ്ച് ചെയ്യാന്നുള്ള പറഞ്ഞിട്ട് പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ലേറ്റ് ആവുന്നുള്ളത്. പക്ഷേ ആ വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാ ഭാഷയിലും വന്നില്ല. തെലുങ്ക്, തമിഴ്, ഹിന്ദി 3 ഭാഷയിലാണ് വന്നത്. പിന്നെ കന്നഡ, ബംഗാളി, മലയാളം ഇന്നലെയാണ് വന്നത്. പാട്ടിൻ്റെ പ്രൊമോ കേട്ടപ്പോൾ വേറെ ലെവലിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അത്ര ലെവലിലേക്ക് പോയിട്ടില്ല. എന്നാലും പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ പാട്ട് 25 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട് 18 മണിക്കൂറുണ്ട്. തെലുങ്ക് വർഷം മാത്രം. എന്നുവെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ ലിറിക്കൽ വീഡിയോയിൽ എന്നുള്ള രീതിയിൽ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് നേടിയ പാട്ട് വിസിൽ പോർട്ടായിരുന്നു. 24.88 മില്യൺ ആയിട്ട്. അത് 24 മണിക്കൂറുണ്ട്. ഇത് 18 മണിക്കൂറുകൊണ്ട് 25 മില്യൺ ആയിട്ടുണ്ട്. എന്തായാലും അവിടെ ഒരു റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ള ലുക്മാനും അതേമാതിരി നെസ്ലനൊക്കെ മെയിൻ കഥാപാത്രം എത്തുന്നോടാവും. ഗണപതി അങ്ങനെ കുറേ പേരുണ്ട്. അവരുടെ ഫോട്ടോ എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. ഈ പടത്തിൻ്റെ ഡബ്ബിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ എഡിറ്റിങ്ങിൻ്റെ വർക്കിലാണ് ഇപ്പോൾ എന്നുള്ളതാണ് ലുക്മാൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പടം 2025 ഉണ്ടായിരിക്കും. ഖാലിദ് റഹ്മാനാണ് പടം എടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് മെയിനായിട്ട് ഈ ബോക്സിങ്ങിൻ്റെ പരിപാടിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദുൽഖർ സൽമാൻ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ പടം നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 30 പുറത്തിറങ്ങുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നവംബർ 30 നവംബർ 28 കൺഫേം ചെയ്തിട്ടുണ്ട്. അത് തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്ന് പറഞ്ഞാൽ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. പിന്നെ AJFC MMMN എന്നുവെച്ചാൽ ആൻഡോ ജോസഫ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായൺ പടം. ഇതിൽ ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ഉണ്ട്. ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്തായാലും ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിലാണ് നടന്നുകൊണ്ടിരുന്നത്. മോഹൻലാലിൻ്റെ അവിടുത്തെ ആകെ ഒറ്റ ദിവസത്തെ ഷൂട്ടാണായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ആൾ പോയി. 6 ദിവസം കഴിഞ്ഞപ്പോൾ മൊത്തം ഷൂട്ട് ശ്രീലങ്കയിലത്തെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഷാർജയിലായിരിക്കും ഷൂട്ട് നടക്കുക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും പടത്തിന് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.